نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والبلدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്ക് പ്രചോദനം ചെയ്യുകയും ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൻ നിസാഇന്റെ 75-ാമത്തെ ആയത്താണ് ഞാൻ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. ഓരോരുത്തരും അതൊക്കെ ഒന്ന് എടുത്ത് മറിച്ചു നോക്കണം, ഒക്കെ ഒന്ന് ഓതി നോക്കി അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കണം. ഇന്ന് ഇന്ത്യ 79-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഒരുപാട് പരിപാടികളാണ് രാജ്യത്ത് ഒരുക്കിയിട്ടുള്ളത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം ഒരു മുസ്ലിമാണ് എങ്കിൽ അവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ മത മൂല്യങ്ങളും അതോടൊപ്പം തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു വിശ്വാസി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു കൊച്ചു അധ്യായം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. അതെ, ഈ രാജ്യത്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു. ഏതാ രാജ്യം? മക്കയാണ്. രാജ്യത്തിന് പ്രാധാന്യമുണ്ട്. മക്കയെ സംബന്ധിച്ച് ലോക മുസ്ലിമിന് പ്രാധാന്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമിന് പ്രാധാന്യമുണ്ട്. മതം മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഈ ഇന്ത്യയെ പറ്റി നാം അറിയണം. എന്താണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാഹചര്യം? എന്താണ് അവിടെ ഇസ്ലാമിക നിലപാട്? എന്താണ് ഇസ്ലാമിക സംസ്കാരം? എന്താണ് ഈ രാജ്യത്തിനോട് നാം ചെയ്യേണ്ടത്? വെറും ഖുർആനും മതപഠനം മാത്രം പോരാ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ രാജ്യത്ത് യഥാർത്ഥ മുസ്ലിമാണ് നാമെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തിനോട് ചെയ്യേണ്ടുന്ന കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി
അതിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിനായി നമുക്കറിയാം, ബ്രിട്ടീഷുകാര് ഇന്ത്യ രാജ്യത്ത് വന്നത് മുതൽ അവിടുന്ന് അങ്ങോട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ നിലയിൽ പോരാടുകയും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും അതിലെല്ലാം എല്ലാ മതവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും 65% ലോക മുസ്ലിമിന്റെ 65% മുസ്ലിങ്ങളാണ് ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോരാടിയത് എന്നുള്ള ഏറ്റവും വിലയേറിയ ഒരു അറിവ് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പലരും അവഗണിക്കുകയാണ്. പലരും മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് എന്നുള്ളത് മാത്രം അവകാശപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടിയ നേതാക്കന്മാരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മൗലാന മുഹമ്മദിനെ പോലെ, മൗലാന ഷൗക്കത്ത് അലിയെ പോലെ, ആലി മുസ്ലിയാരെ പോലെ, വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, ടിപ്പു സുൽത്താനെ പോലെയുള്ള പേരെടുത്തു പറയാത്ത നിരവധി സ്ത്രീകളടക്കമുള്ള ധീര പുരുഷന്മാരാണ് ഈ മഹത്തായ ഞാനും നിങ്ങളും താമസിക്കുന്ന അന്തിയുറങ്ങുന്ന ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അതെ, ഒരിക്കലും മറക്കേണ്ടതില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുമ്പോൾ അത് ലോക മുസ്ലിമിന്റെ രക്തം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സ്വാതന്ത്ര്യമെന്ന് നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പൂർവികൾ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ഇന്ന് കളഞ്ഞു വിളിക്കുന്ന ഒരവസ്ഥ ഈ വർത്തമാന കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നാം തുടച്ചു മാറ്റേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളതും. ഇന്നത്തെ ഖുതുബയിൽ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്, എന്താണ് ഖുർആൻ പഠിപ്പിച്ചത്, ഈ രാജ്യത്തിനോട് ചെയ്യുന്ന കടമകൾ കടപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഇന്ന് വകവെച്ചു കൊടുക്കുന്നില്ല. അത് ദംശിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഒരു ചോദ്യചിഹ്നമായി അവകാശിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെ മനുഷ്യാവകാശ ലംഘനം നടത്തുകയും ചെയ്യുമ്പോൾ ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ചില സവർണ വിഭാഗത്തിന്റെ മാത്രമാണ് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അതെ, ഇന്ത്യ രാജ്യത്തെ നാം ഫലസ്തീന് വേണ്ടി കണ്ണീരൊലിപ്പിക്കുമ്പോൾ, ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്തേ ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല വിഷയങ്ങളും നാം എന്തേ കാണാതെ പോകുന്നത്? എന്തേ ഗസയിലും ഫലസ്തീനും മാത്രം ചിന്തിക്കുന്നത്? നാം താമസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഭരണഘടന നമുക്ക് നൽകുന്ന ആർട്ടിക്കിൾ 12 മുതൽ 19 വരെയും 19 മുതൽ 35, 32 വരെയുള്ള ആർട്ടിക്കിൾ ഒരു മനുഷ്യന് നൽകുന്ന പൗരാവകാശങ്ങളും മൗലിക അവകാശങ്ങളും അടക്കമുള്ള എല്ലാ അവകാശങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിക്കപ്പെടുകയാണ്. ആർക്കാ അവഗണിക്കപ്പെടുന്നത്? ഇന്ന് ചില വിഭാഗത്തിന് മാത്രം അതൊക്കെ വകവെച്ച് കിടക്കുകയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ എന്നും എക്കാലത്തും അടിച്ചമർത്തപ്പെടുകയാണ്. അറിയോ നിങ്ങൾക്ക്, ഉത്തരേന്ത്യയിലും കേരളത്തിലൊക്കെ കുറച്ച് ശാന്തത ഉണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സഹോദരിമാർ അതേ പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ചില്ലേ? പരിശുദ്ധ ഖുർആൻ ഞാൻ തുടക്കം എന്താ ഓതി വെച്ചത്? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി الذين يقولون ربنا اخرجنا من هذه القرية الظالم اهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. അല്ലാഹുവേ, ഞങ്ങളെ ആര് സഹായിക്കാനുണ്ട്? ഈ ആക്രമിക്കപ്പെട്ട രാജ്യത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു സഹായിയെ ഞങ്ങൾക്ക് വിട്ടുതരണേ എന്ന് അല്ലാഹ് സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരായ ആൾക്കാര് അവിടെ നിലവിളിച്ചുകൊണ്ട് ഒച്ചയിടുമ്പോ പൊട്ടിക്കരയുമ്പോ എന്തേ നിങ്ങൾ മൗനം പാലിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. വിശ്വാസിയുടെ അളവ് എന്താ? പ്രതികരിക്കണം. അല്ലാഹ് ചോദിക്കുക, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ലാ തുഖാതിലൂന, നിങ്ങൾ എന്താ പോരാടാത്തത്? വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി الذين يقولون ربنا اخرجنا من هذه القرية اهلها ظالم
يا أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. അല്ലാഹുവേ, ഈ അക്രമികൾ ഞങ്ങൾ ആക്രമിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്, നമ്മുടെ സഹോദരികൾ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്, അല്ലാഹുവിന്റെ ഭവനങ്ങൾ പൊളിച്ചെടുക്കുകയാണ്. അതാ നമ്മൾ മറന്നിട്ടില്ലല്ലോ, മതസ്ഥാപനങ്ങൾ സെർച്ച് ചെയ്യുകയാണ്, മതസ്ഥാപനങ്ങൾ സെർച്ച് ചെയ്യുന്നു, മതപണ്ഡിതന്മാർക്കെതിരെ UAPS നടത്തുകയാണ്. മറക്കാറായിട്ടില്ലല്ലോ നമ്മൾക്കത്. ഇതൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയാ, നിങ്ങൾക്ക് എന്ത് പറ്റി? അവരതാ സഹായം ചോദിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പൊ അതുകൊണ്ട് ഈ അധ്യായം ആയത്തും വെച്ചുകൊണ്ട് കലാപത്തിലേക്കല്ല, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. അതെ, ഫലസ്തീന് വേണ്ടി നാം ഒച്ച വെക്കുമ്പോ, ഗസയിലെ സാധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുമ്പോൾ, ഇന്ത്യ രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന 1000 പേര് ദിവസവും കൊല്ലപ്പെടുകയാണ്. കുടിക്കാൻ വെള്ളം കിട്ടാത്തവർ, ജനിച്ച് പിറന്ന വീട്ടിൽ താമസിക്കാൻ പറ്റാതെ നാട് കടത്തിയത് അറിയോ നിങ്ങൾക്ക്? കേരളത്തിൽ CA വന്നിട്ടില്ല എങ്കിലും ഒറീസ പോലെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും നാട് കടത്തുന്ന സാഹചര്യം ഉണ്ടായി. ജനിച്ചു വളർന്ന ആ നാട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകുമ്പോൾ ആ പ്രവാചകൻ തിരിഞ്ഞു നോക്കിയിട്ട് മക്കയുടെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞതായിട്ട് കാണാമേ, മക്കമേ, നിന്റെ അഹ്ലുകാരിൽ തന്നെ പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എങ്കിൽ തന്നെ, അതായത് മക്ക ജനിച്ചു വളർന്ന നാട് ഏതൊരു രോഗത്തിനും ശമനമാണ് എന്ന വൈദ്യശാസ്ത്രം. അതെ, ഒരു അന്യ നാട്ടിൽ പോകുമ്പോൾ ജലദോഷം ഉണ്ടാകുന്നുണ്ട്, മൂക്കൊലിപ്പുണ്ടാകുന്നുണ്ട്, അവിടുത്തെ വെള്ളം പറ്റുന്നില്ല, പക്ഷേ ജനിച്ച മണ്ണിൽ അത് നമുക്ക് ഔഷധമാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആർക്കാ സ്വാതന്ത്ര്യം കിട്ടിയത്? 79ാമത്തെ സ്വാതന്ത്ര്യം ഇന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. നമുക്ക് ഭരണഘടന നൽകുന്ന ആ അവകാശങ്ങൾ അത് കൃത്യമായി നമുക്ക് നൽകേണ്ടതുണ്ട്, അത് വളരെ കൃത്യമായിട്ട് തന്നെ. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതൊരു വിഭാഗത്തിന്റെ മാത്രമാണ്, മുസ്ലിമിന് അതിനൊരു പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ മാത്രം അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ ഇന്ത്യ രാജ്യത്ത് കാട്ടിക്കൂട്ടുമ്പോൾ ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, പ്രിയമുള്ളവരെ. ആർക്കാണത്? ഈ രാജ്യത്തെ സവർണ വിഭാഗത്തിന് മാത്രമാണ്. അറിയില്ലേ നിങ്ങൾക്ക്? എന്ത് കഴിക്കണമെന്ന് പറഞ്ഞതാരാ? എന്ത് കഴിക്കണമെന്ന് തീരുമാനിച്ചതാരാ? ഇന്ത്യ രാജ്യ ഭരണഘടനയല്ല. എന്ത് ധരിക്കണമെന്ന് പറഞ്ഞതാരാ? ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയല്ല. അതെ, എല്ലാം ഉണ്ടാക്കുന്നത് സവർണ ഫാസിസ്റ്റിന്റെ ആ UAPA പോലെയുള്ള എത്രയെത്ര മതസ്ഥാപനങ്ങളാ സെർച്ച് ചെയ്തത്. പല പണ്ഡിതന്മാരെ പേരാ UAPA സ്ഥാപിച്ചത്. അത് പിന്നീടൊക്കെ പിൻവലിച്ചു എങ്കിലും ഇന്ത്യ രാജ്യത്ത് നാം താമസിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദര, പരിശുദ്ധ ഖുർആനും ഹദീസും മതം മാത്രം പോരാ, ഈ രാജ്യത്തിന്റെ കൃത്യമായ ആ ഒരു അദബും മര്യാദയും കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം എല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. ഭരണഘടനയുണ്ട്, അതിന് വിലയില്ല. അതിൽ അവകാശങ്ങളുണ്ട്, തരുന്നില്ല. അതിൽ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അത് വകവെച്ച് കൊടുക്കുന്നില്ല. എല്ലാ സമയത്തും പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, അതെ, നമുക്ക് ജനാധിപത്യ രാജ്യമാകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങളും പീഡനം അനുഭവിക്കുന്നുണ്ട്, നാട് കടത്തുന്നുണ്ട്, എത്രയെത്ര പള്ളികൾ ആക്രമിക്കപ്പെടുന്നത്. അതെ, അതിനുവേണ്ടി നമുക്ക് ഒരു നേരം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതേ നമുക്ക് മാർഗമുള്ളൂ. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജനാധിപത്യ രൂപത്തിലുള്ള പ്രതികരണങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മതസ്ഥരോടും സ്നേഹത്തോടെ, ഐക്യത്തോടെ, എല്ലാവരോടും ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ മേഖല മാറ്റി നിർത്തിയാൽ ഈ രാജ്യത്തെ മുസ്ലിമും ഈ രാജ്യത്തെ ഹൈന്ദവനും ഈ രാജ്യത്തെ ക്രൈസ്തവനും അതേ ഒന്നാണ്. ഒരേ മനുഷ്യരെ എന്ന് വിളിച്ച ആ ഒരൊറ്റ ഗ്രന്ഥം അത് റബ്ബിനെ കടിയൂ. ഏ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ലിശുഊബിൻ വഖബായില ലിതആറഫു
അഅ്ലമു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ എന്ന് വിളിച്ചത് ഈ രാജ്യത്തെ ഹൈന്ദവനെയാണ്, ഈ രാജ്യത്തെ മുസ്ലിമിനെയാണ്, ഈ രാജ്യത്തെ ക്രൈസ്തവനെയാണ്, മതമില്ലാത്തവനെയാണ്. ആർക്ക് പറ്റും ഇങ്ങനെ വിളിക്കാൻ? ഏത് ദൈവിക ഗ്രന്ഥത്തിലായി ഇങ്ങനെ വിളിയുള്ളത്? മനുഷ്യരെ എന്ന് വിളിച്ച അല്ലാഹു പറയുന്നു, അതെ, വിശ്വാസം മാറ്റി നിർത്തിയാൽ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരേ കണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഞാനും നിങ്ങളും താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ മതമൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് നാം സ്നേഹിക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കണം, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നാം അധ്വാനിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. നമ്മുടെ ജീവന് എത്ര വിലയാണ് നാം കൽപ്പിക്കുന്നത്, അതുപോലെ നാം ജനിച്ചു വളർന്ന മണ്ണിനുമുണ്ട് പ്രാധാന്യം. അതെ, ഇന്ത്യ എന്റെയാണ്, ഇവിടെ ജനിച്ചവരാണ്, ഇവിടെ മരിക്കേണ്ടവരാണ്, നാട് വിട്ടു പോകേണ്ടവരല്ല. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ മുസ്ലിമുകളുടെ പ്രധാനപ്പെട്ട വ്യക്തികളടക്കമുള്ള 65% മുസ്ലിം വിഭാഗം നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം ഇന്ന് ആഘോഷിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രം കുത്തക ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷമായി മാറ്റരുത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് എല്ലാ മതസ്ഥരുമായി നാം വളരെ സ്നേഹത്തോടെ, എല്ലാ ഐക്യത്തോടെ, മതങ്ങൾ തമ്മിൽ യോജിക്കരുത്, മനുഷ്യന്മാർ തമ്മിൽ യോജിക്കണം. അതെ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ നിറയ്ക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസ്കാരം പഠിപ്പിച്ച നേതാവിന് അനുയായികളാണ് നമ്മൾ സംസ്കാരമില്ലാത്തവരാണോ? അല്ല. ഇന്ത്യ രാജ്യത്ത് ഇതേപോലെ സംസ്കാരമുള്ള ഒരു മതവിഭാഗം വേറല്ല. അങ്ങനത്തെ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് ഹിന്ദു ആയിക്കോട്ടെ, അത് ക്രൈസ്തവനായിക്കോട്ടെ, അത് ജൂതനായിക്കോട്ടെ, മതമുള്ളവനോ ഇല്ലാത്തവനായിക്കോട്ടെ, അതെ, അവൻ പട്ടിണി കിടക്കുമ്പോൾ, അവൻ പ്രയാസം അനുഭവിക്കുമ്പോൾ, മുസ്ലിമേ നീ തിന്നും വയർ നിറയ്ക്കുകയാണെങ്കിൽ അല്ലാഹു റസൂല് പറഞ്ഞത് എന്താ? നീ നമ്മിൽ പെട്ടവനല്ല എന്നുള്ള ഗൗരവമായ വാക്ക്. അതെ, നീ മുസ്ലിം ഐഡന്റിറ്റിയിൽ നിന്ന് മാറിപ്പോയി. എന്റെ കാരണം മാറാനെന്റെ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തത് കൊണ്ടാണോ? ആദർശമില്ലാത്തത് കൊണ്ടാണോ? തൗഹീദ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെന്റെ പ്രവാചകന്റെ സമൂഹത്തിൽ തെറ്റിപ്പോകാൻ എന്റെ കാരണം, അതെ, നിന്റെ മുന്നിൽ നിന്റെ സഹോദരൻ അത് ഏത് ജാതിയാണെങ്കിലും വിശന്ന് കിടക്കുമ്പോൾ നീ തിന്നുവല്ലേ, അതെ, നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്ന് നീ ഔട്ടാണ് എന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിൽ ഈ രൂപത്തിൽ പ്രവാചക വചനങ്ങൾ നിരവധിയാണ്. നമ്മിൽ പെട്ടവരെന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞു വളരെ ഗൗരവത്തോടെ കാണണം എന്നാണ്, വളരെ ഗൗരവത്തോടു കൂടി കാണണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? ഇർഹമൂ മൻ ഫിൽ അർളി വയർഹമുക്കും മൻ ഫിസ് സമാഇ. ആകാശത്തിന്റെ അടിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യണം. അതെ, ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രൈസ്തവരാണോ അല്ലാഹു പറഞ്ഞില്ല. ആകാശത്തിലുള്ളവർ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യേ, എന്നാൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങൾക്ക് കരുണ ചെയ്യും. ഈ കരുണ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഹിന്ദുവിനെ, ഒരു ക്രൈസ്തവനെ താങ്ങുന്ന കൈയായിരിക്കണം മുസ്ലിമിന്റെ സംസ്കാരം കാണിക്കുന്നവരായിരിക്കണം മുസ്ലിം. അത് ഈ അനുസരണയുള്ള പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ കടമകളും കടപ്പാടുകളും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഇസ്സത്തുള്ള, യഥാർത്ഥ പ്രതാപമുള്ള ഒരു മുസ്ലിമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കേ, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളെ കരുണ കാണിക്കുമെന്ന് ആ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമാ യർഹമുക്കുമുല്ലാഹു മിൻ ഇബാദിഹി റഹ്മാൻ. അതെ, എന്റെ ദാസന്മാരിൽ കരുണയുള്ളവരിൽ മാത്രമാണ് അല്ലാഹു കാരുണ്യം ചൊരിയുന്നത്. കരുണയില്ലാത്തവർക്ക് റബ്ബിന്റെ അനുഗ്രഹം കിട്ടൂല. അവൻ ആദർശമുണ്ടാകട്ടെ, ആദർശമില്ലാതിരിക്കട്ടെ, കാരുണ്യം എന്ന് പറഞ്ഞ ആ ഒരു റഹ്മത്തുണ്ടല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും. അതേ നബിയെ, അങ്ങയുടെ അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ ഓടിപ്പോകുമായിരുന്നു. എന്താ പോകാത്തത്? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെ, ആ പ്രവാചകന്റെ അനുയായികളായ ഞാനും നിങ്ങളും കാരുണ്യത്തിലൂടെ മകയാവണം. അഗതികളെ, അനാഥകളെ സഹായിക്കുമ്പോൾ, ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, അവന്റെ മൂല്യങ്ങൾ നോക്കണ്ട, ഒന്നും നോക്കേണ്ടതില്ല. അതാ ഞാൻ പറഞ്ഞത്, വിശക്കുന്നവർക്ക് എവിടെ മതം, അതേ, വേദനിക്കുന്നവർക്ക് എവിടെയാണ്
മതം. അതേ മനുഷ്യന്റെ ശരീരത്തിലെല്ലാം രോഗികളെല്ലാം രക്തമാണ്. മുസ്ലിമിന്റെ രക്തം എന്നുള്ള രക്തം, അതേപോലെ തന്നെ ഹൈന്ദവന്റെ രക്തം, അതേ ക്രൈസ്തവന്റെ രക്തം ഇല്ല. നമ്മളൊക്കെ ആക്സിഡന്റ് പറ്റിയാൽ ആശുപത്രിയിൽ കൊണ്ടുപോകലില്ലേ? ആദർശമുള്ളവരല്ലേ ഞാനും നിങ്ങളൊക്കെ? അങ്ങനെ രോഗം വന്ന് അവിടെ ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞാൽ രക്തബാങ്കിൽ നിന്ന്, ബ്ലഡ് ബാങ്കിൽ നിന്ന് രക്തം കൊണ്ടുവന്ന് കയറ്റുമ്പോൾ ഏത് ജാതി, ഏത് മതം, ആരുടേതാണ് വിശ്വാസം മാറ്റി നിർത്ത്. എല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും നമ്മുടെ ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കൾ. എന്തൊരു സന്ദർഭം, എന്തൊരു മാനവികമായ സന്ദേശം, എന്തൊരു സാഹോദര്യമായ സന്ദേശം. അതേ മനുഷ്യരെ, നിങ്ങളൊരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും മക്കളാ. ആദമിന്റെ മക്കളാണ് മുസ്ലിം, ആദമിന്റേതാണ് ഹിന്ദു, ആദമിന്റേതാണ് ക്രൈസ്തവൻ. എല്ലാവരും ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണെന്ന് പറയുന്ന ദൈവിക ഗ്രന്ഥത്തിന്റെ വക്താക്കൾക്ക് തീവ്രവാദികളാകാൻ കഴിയോ? ഇന്ത്യ രാജ്യത്ത് തള്ളിപ്പറയാൻ കഴിയോ? ഗൂഢാലോചന നടത്താൻ കഴിയോ? ഇല്ല. ഈ ഇന്ത്യയെ സ്നേഹിക്കണം, ഈ രാജ്യത്തെ സ്നേഹിക്കാനേ നമുക്ക് കഴിയൂ. അതാണ് പ്രവാചകന്മാരെ പഠിപ്പിച്ച ആദർശം. അറിയോ നിങ്ങൾക്ക്? ദാഹിച്ചു വളഞ്ഞ ഒരു നായക്ക് ഒരു തുള്ളി വെള്ളം കോരിക്കൊടുത്തതിന്റെ പേരിൽ മനുഷ്യരോട് മാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചത്, ജീവികളോട് വരെ കാരുണ്യം കാണിക്കണമെന്ന. ഈ രാജ്യത്തുള്ള ആകാശത്തിന്റെ ഭൂമി അടിയിലുള്ള കീഴിലുള്ള എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരായിക്കോട്ടെ, നായ്ക്കളായിക്കോട്ടെ, ഇടജന്തുക്കളായിക്കോട്ടെ, പറവകളായിക്കോട്ടെ, ഏത് ജീവിക്കും നീ കരുണ ചെയ്യണമെന്നാണ്. ഒരാള് ദാഹിച്ചു വളഞ്ഞ് കിടക്കിൽ നിന്ന് തന്റെ ഷൂ മുക്കി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് നായ ദാഹിച്ചിട്ട് മണ്ണ് കപ്പുന്നത് കണ്ട ഈ സഹോദരൻ തന്റെ ഷൂ കിണറ്റിലിട്ടുകൊണ്ട് വെള്ളം കോരി ആ നായക്ക് കൊടുത്തതിന്റെ പേരിൽ ഹദീസിൽ പറയുന്നത് എന്താണ്? അതാ ഫദഖലുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. കണ്ടോ, അവിടെ ആദർശമല്ല, അവിടെ അല്ലാഹു പൊരുത്തപ്പെട്ട അമലേതാണ്. അവിടെ പൊരുത്തപ്പെട്ട അമൽ ആ നായക്ക് വെള്ളം കൊടുത്തതാണ്. അതുകൊണ്ട് ഏത് ജീവിക്കും വെള്ളം കൊടുക്കാം എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്തത്. അത് മാത്രമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുത്തില്ല, കൊന്നു കളഞ്ഞു. റഹ്മാനായ റബ്ബ് പെണ്ണിനെ നരകത്തിലേക്ക് കൊണ്ടുപോയി. നോക്ക്, മൃഗത്തിനോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ രാജ്യത്തെ സ്നേഹിക്കാൻ നമുക്കാവില്ലേ? ഈ രാജ്യത്തെ ഇന്ത്യ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കാളികളാകാൻ, അതെ ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ നാട് കടത്തപ്പെടേണ്ടവനല്ല, ഇവിടെ ജനിച്ച് ഇവിടെ മരിക്കേണ്ടവനാണെന്ന് പറയാൻ എന്താ അത്ര മടി? എന്താ ഈ സ്വാതന്ത്ര്യ സമരം വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് ഒതുങ്ങി നിൽക്കാതെ, അതെ ഞാൻ ഇന്ത്യക്കാരൻ തുറന്നു പറയാനും, ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോടു കൂടി പറയാനും, ഞങ്ങളുടെ പൂർവികന്മാർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പേരെടുത്ത് എണ്ണി പറയാനും, ഞങ്ങൾക്കും കൂടി അവകാശമുള്ള ഭരണഘടനയുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് വകവെച്ച് തരണം എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അതുമാത്രമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, നോക്കി നിങ്ങൾ ഇന്നത്തെ സാഹചര്യം, ഒരു തെറ്റ് കണ്ടാൽ, ഒരു കുറ്റകൃത്യം ചെയ്താൽ, ഇപ്പൊ മുസ്ലിം വിഭാഗം നോക്കിയേ, മുസ്ലിങ്ങളും വലിയ മോശമൊന്നുമല്ല. പേപ്പർ എടുത്ത് നോക്കിയാൽ കള്ളന്മാരും കൊള്ളക്കാരും തീവ്രവാദികളും MDMA അതേപോലെയുള്ള മദ്യപാന രംഗത്ത് മുഴുവൻ 10 ആളിൽ ഒരാൾ മുസ്ലിമാണ്. തർക്കം പറയല്ല, മുസ്ലിമിനെ ആക്ഷേപിക്കുകയല്ല. ഞാൻ നിങ്ങളൊക്കെ ഈ മതത്തിലുള്ളവരാ. ദിനപത്രങ്ങളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കി. നിങ്ങൾ ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയാൽ 10 മുസ്ലിം ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 3 ആളെങ്കിലും മുസ്ലിം ഉണ്ടാകില്ലേ? ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഒരു മതവിഭാഗത്തിനെ മാത്രം ആക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തിൽ മൊത്തം താറടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇല്ലേ? നിങ്ങള് കുറ്റവാളി എവിടെയല്ലാത്തത്? ഇസ്ലാമിലുണ്ട് കുറ്റവാളി, അതേപോലെ ഹൈന്ദവരിലില്ലേ, ക്രൈസ്തവരിലില്ലേ. പക്ഷേ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ആ സമൂഹ മതവിഭാഗത്തിന് മൊത്തം അവഹേളിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥ. ഉദാഹരണം പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ അവൻ രാജ്യദ്രോഹം ചെയ്തു, മറ്റുള്ളവൻ ചെയ്താൽ അവർക്ക് മാനസിക രോഗമാണ്, അതൊന്നും പ്രശ്നമല്ല എന്ന് തള്ളിവിടുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ് എനിക്കും നിങ്ങൾക്കും മാതൃക ഉണ്ടാകേണ്ടതുണ്ട്. എന്താ ഹദീസ് എന്നറിയോ? പ്രവാചകൻ പറയാണ്, അതാ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു നബിയെ ഒരു ഉറുമ്പ് കടിച്ചു. ആ പ്രവാചകൻ എന്ത് ചെയ്തു? ഉറുമ്പിൻ വിഭാഗത്തിന്റെ മുഴുവൻ തെയ്യിടാൻ പ്രവാചകൻ തീരുമാനിച്ചു. അള്ളാഹ് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല നബിയെ, ഒരു ഉറുമ്പല്ലേ കടിച്ചത്, അതിനു വേണ്ടി ഒരു സമൂഹത്തിനെ മൊത്തം നിങ്ങൾ നശിപ്പിക്കണോ എന്ന് ആ പ്രവാചകനെ തിരുത്തി കൊടുത്ത കഥ അല്ലാഹുവിന്റെ റസൂൽ സ്വഹീഹ് മുസ്ലിമിൽ പറയുകയാണ്. അതെ, ഒരു കുറ്റവാളിക്ക് ഒരു സമൂഹത്തിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന്
നടത്താമെന്നുള്ള ഒരു ധാരണ വരുമ്പോൾ ആർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ രാജ്യത്ത് എന്ന് ഒരു ചോദ്യചിഹ്നം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ ആദരിച്ചുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ പിന്നെ സൂചിപ്പിക്കുകയാണ്. അതായത് മനുഷ്യർ തമ്മിലാണ് യോജിക്കുന്നത് കേട്ടോ, മതങ്ങൾ തമ്മിലല്ല. ഹൈന്ദവ മതവും മുസ്ലിം മതവും തമ്മിൽ യോജിക്കോ? ഇല്ല. അവർക്ക് മത നിയമങ്ങളാണ്. മതം എന്ന് പറയുമ്പോൾ നിയമം ഉണ്ടാകും, മനുഷ്യൻ എന്ന് പറയുമ്പോൾ നിയമം ഉണ്ടാകൂല. എല്ലാവർക്കും കിഡ്നി, എല്ലാവർക്കും ഹാർട്ട്, എല്ലാവർക്കും ബ്ലഡ്, എല്ലാവർക്കും ജാതിയില്ല, മതമില്ല, നിയമങ്ങളില്ല, നിർദ്ദേശം. എല്ലാ മനുഷ്യർ എല്ലാവരും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്കാണ് കാണുക. പക്ഷെ മതം വരുമ്പോൾ മതത്തിന്റെ നിയമങ്ങളായി, നിർദ്ദേശങ്ങളായി, കൽപ്പനകളായി, ഹലാലുകളായി, ഹറാമുകളായി. അപ്പോൾ ഹൈന്ദവ മതവും മുസ്ലിം മതവും തമ്മിലുള്ള ഒരു മത സൗഹാർദ്ദമല്ല ഇസ്ലാമിലുള്ളത്. പിന്നെന്താണുള്ളത്? മനുഷ്യ സൗഹാർദ്ദം. അതെ, ഹൈന്ദവനോട് സ്നേഹത്തോട്, കാരുണ്യത്തോട്, ക്രൈസ്തവനോട് അങ്ങനെ നമ്മുടെ സഹോദരനെ പോലെ എന്റെ ഉമ്മാടെയാണ് ഇവനും, എന്റെ വാപ്പാടെയാണ് ഇവനും. പക്ഷെ വിശ്വാസമല്ലാതെ മാത്രമേ ഉള്ളൂ. ആ വിശ്വാസത്തിന്റെ മേഖല മാറ്റി നിർത്തിയാല് അറിയാൻ വേണ്ടിയാണ് കുറെ ജാതി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അള്ളാഹ് പറഞ്ഞല്ലോ. വിശ്വസിക്കുന്നവരെ അള്ളാഹ് അവിടെ രക്ഷപ്പെടുള്ളൂ. പക്ഷേ ഇവ മുസ്ലിമാണ് ഒക്കെ ശിർക്ക് ചെയ്യുന്ന വിഷയത്തിൽ തന്റെ ഉമ്മയാണെങ്കിൽ പോലും അനുസരിച്ച് പോകരുതെന്ന് അള്ളാഹു ഞാൻ കൊടുക്കാൻ പാടില്ലെന്നാണോ? അല്ല. പക്ഷേ ആ ഉമ്മയോട് മാന്യമായി നീ പെരുമാറണം. അവിടേക്ക് പിടിച്ചാൽ മതി. നിന്റെ മുസ്ലിമായ സഹോദരൻ അവൻ എന്തു ആയിക്കോട്ടെ, അവനക്ക് ദീനില്ല, അവനക്ക് മതമില്ല, പക്ഷെ അവന്റെ മത ആചാരങ്ങൾ ഇങ്ങോട്ട് കണ്ടെടുക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണ്ട. ഇത് പറയേണ്ടത് എന്റെ ധാർമ്മികമായ കടമയാണ്. കാരണം മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമു എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാം, എനിക്ക് ഇത് പറയാൻ പറ്റൂ. പക്ഷെ അതേ രൂപത്തിന് അവരുടെ മതപണ്ഡിതന്മാർക്ക് അവരുടെ നിയമങ്ങൾ പറയാം, അതനുസരിച്ച് ജീവിക്കാം. അതാണ് ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒന്നേ നടക്കൂ, അവിടെ എന്തുവാകാം, ഇവിടെ ഒന്നും പാടില്ല എന്നുള്ളടത്ത് വരുമ്പോൾ അത് അവിടെയാണ് ഇവിടുത്തെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ സ്വതന്ത്ര അവകാശങ്ങൾ എവിടെ? മൗലിക അവകാശങ്ങൾ എവിടെ? ആർട്ടിക്കിളിൽ പറയുന്ന ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് എവിടെ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് അതും ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് കാരുണ്യമാണ്, ഇസ്ലാം പഠിപ്പിച്ചത് സ്നേഹമാണ്, ഇസ്ലാം പഠിപ്പിച്ചത് ലളിതമാണ്. ഇസ്ലാമിന്റെ സന്ദേശം മാനവിക സന്ദേശമാണ്. അതായത് മനുഷ്യരെ എന്ന് വിളിച്ചാൽ ആർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തെ? മുസ്ലിമെ എന്ന് വിളിക്കുകയാണെങ്കിൽ മറ്റവർക്ക് പറയാം അത് മുസ്ലിമിനല്ലേ അള്ള വിളിച്ചത്, പക്ഷഭേദം കാണിച്ചില്ലേ എന്ന് ചോദിക്കാം. ഇത് അതിന് വല്ല വകുപ്പുണ്ടോ? ഇല്ല. ഏത് ഹൈന്ദവന്റെ അടുത്ത് പോയിട്ടും പറയാം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ലിശുഉബൻ വഖബായില. നീ ഹിന്ദുവായത്, നിനക്ക് ഇപ്പൊ തറവാടുണ്ടായത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അത് രാമേട്ടനാണ്, അത് ജോസഫേട്ടനാണ്, അവിടെ തറവാട് അങ്ങനെയാണ് തിരിച്ചറിയാൻ വേണ്ടിയാണ് കേട്ടോ. വിശ്വാസം ഉണ്ടോ? നമ്മളൊക്കെ ഒന്നാണ്, അവിടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റും. അതില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ് കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കണോ ഞാൻ ചെയ്യാം. അതെ, അത് ഇസ്ലാമിക സംസ്കാരം, അതാ റസൂൽ പഠിപ്പിച്ച സംസ്കാരം അതാണ് കേട്ടോ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ എല്ലാവരോടും കാരുണ്യം ചെയ്യേ, എല്ലാവർക്കും നിങ്ങൾ ചെയ്യേ. അപ്പൊ അതുകൊണ്ട് സഹായിക്കുമ്പോ സഹകരിക്കുമ്പോ ഒരാളും ജാതിയും മതവും നോക്കേണ്ടതില്ല. മനുഷ്യരെ എന്ന് വിളിച്ച നാഥന്റെ അനുയായികളാണ് നമ്മളൊക്കെ. ആ സംസ്കാരം പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാ. നമ്മുടെ ഭാഗത്തൊരു കുറ്റം കണ്ടാൽ അത് അള്ളാഹുവിന്റെ റസൂലിനെ ബാധിക്കുക. നമുക്ക് സംസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടെ കൊണ്ട് അവസാനിക്കൂല, അത് റസൂലിനെ ബാധിക്കുക. കാരണം ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. ആ ആദർശം വിട്ടുകൊണ്ട് ഒരിക്കലും നാം മറ്റൊരാളെ മതം ഇങ്ങോട്ട് തിരിച്ചെടുക്കണ്ട. പക്ഷേ എല്ലാവരോടും ഒരു മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തണം. മതസൗഹാർദ്ദം യോജിക്കൂലല്ലോ. അവിടുത്തെ ഗീത പാടിയിട്ട് ഖുത്ബ നിർവഹിക്കാൻ പറ്റുമോ? ഇതുപോലെ ഖുത്ബ പറഞ്ഞിട്ട് പൂജ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് പറഞ്ഞിട്ട് കുർബാന ചെയ്യാൻ പറ്റില്ല. അത് മതങ്ങളാ, യോജിക്കില്ല. മനുഷ്യർ അത് യോജിക്കണം. യോജിക്കുന്ന മേഖലയിൽ മൊത്തം യോജിക്കുക. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് നല്ല സ്നേഹത്തോടെയും ഐക്യത്തോടെയും നല്ല കാരുണ്യത്തോടെയും ഒക്കെ സംസ്കാരത്തോടുകൂടി ജീവിക്കാൻ ഈ സ്വാതന്ത്ര്യം നമുക്കാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഖിബത്തു ലിൽ മുത്തഖീൻ
ولا عدوان إلا على الظالمين وصلي وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്ന, അല്ലാഹു പൊരുത്തപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമുള്ള സമകാലിക വിഷയമാണ് ഇന്നത്തെ ഖുത്ബയിൽ പ്രതിപാദിച്ചത്. അത് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ട് യോജിച്ചു വന്നു എന്നുള്ളതും മറ്റൊരു കാരണമാണ്. മാത്രമല്ല, മക്കയിലുണ്ടായിരുന്ന നമ്മുടെ സഹാബത്ത്, പ്രവാചകന്മാര്, മക്ക കേന്ദ്രീകരിച്ച് ജീവിച്ച അതേ അന്നാട്ടിലെ മദീനയിലെ ആൾക്കാരൊക്കെ, അതോടൊപ്പം തന്നെ മക്കയെ ആദരിക്കുന്ന ലോക മുസ്ലിമിന് മുഴുവൻ ആ രാജ്യം അതേ മഹത്താണ്. മക്ക, അവിടേക്ക് തിരിഞ്ഞാണ് നമ്മൾ നമസ്കരിക്കുന്നത്. കാരണം ആ രാജ്യത്തിന് പ്രത്യേകത ഉണ്ട്. ആ രാജ്യത്തെ ഭരണം വേറെ ആയിരിക്കും. പക്ഷെ ആ മക്ക കഅബയോട് നമുക്ക് എന്നിട്ട് കടമയും കടപ്പാടുമുണ്ട്. അതെ, നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം അവിടെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇല്ലേ? ആ കഅബ ഒന്ന് കാണാൻ നമുക്ക് എത്ര താല്പര്യമുണ്ട്. അള്ളാഹു അതിനുള്ള ഭാഗ്യം, അത് ഭാഗ്യം കിട്ടാത്തവർക്ക് അള്ളാഹുവിനുള്ള ഭാഗ്യം പിന്നെ നൽകുമാറാകട്ടെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ രാജ്യം എന്നുള്ളത്, ഈ രാജ്യസ്നേഹം എന്നുള്ളത്. അത് രാജ്യസ്നേഹം മുസ്ലിമിന് മറ്റൊരാൾ പഠിപ്പിക്കണോ? വേണ്ട. മറ്റൊരു മതത്തിൽ നിന്ന് രാജ്യത്തെ എങ്ങനെ ആദരിക്കണമെന്ന് പഠിക്കേണ്ടവരാണോ നമ്മൾ? മതവിജ്ഞാന സംസ്കാരമില്ലാത്തവരാണോ നമ്മൾ? അല്ല. രാജ്യസ്നേഹവും രാജ്യക്കൂറും എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ച ഒരു നേതാവിന്റെ അനുയായികൾക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. ഇതേ രൂപത്തിൽ കാരുണ്യ സ്നേഹവും വേണം എന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു നേരത്തെ സുഖമില്ലാത്തിരിക്കും, തോമസ് അടിക്കണോ, ഒരു സഹായിക്കണം കേട്ടോ. ഹൈന്ദവനാണോ, സഹായിക്കണം. ഭക്ഷണല്ലേ, അരി വാങ്ങി കൊടുക്കണം, ചോറ് വാങ്ങി കൊടുക്കണം. എല്ലാ രൂപത്തിലും വീട് വെക്കാനില്ലേ, ഓല വേണോ, അല്ല കയറ് വേണോ, എന്താ വേണ്ടത്, നിങ്ങൾക്ക് സഹായിക്കാൻ നമുക്ക് കഴിയണം. അതെ, അവൻ നമ്മുടെ ഒരു വാപ്പാടെ മോന, വിശ്വാസം ഉണ്ടായില്ല, അത്രയേ ഉള്ളൂ. വിശ്വാസമില്ലാത്ത ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ വേണം. ഈ രാജ്യത്തെ സ്നേഹിക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഒരാളും നമ്മളെ പഠിപ്പിക്കേണ്ടതില്ല. ഒരു പുസ്തകവും ഇനി ഇസ്ലാം പഠിക്കാനില്ല മുസ്ലിം. ഈ രാജ്യസ്നേഹത്തിനെ പറ്റി, മറ്റുള്ളവരോട് സ്നേഹത്തെ എങ്ങനെ കഴിയണമെന്ന് പഠിക്കാൻ ഒരു കിതാബ് ഇനി ഓതണ്ട. ഒരു മതവിശ്വാസികളെ മുസ്ലിമിനെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം അതൊക്കെ കൃത്യമായി പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാണ് നമ്മളൊക്കെ. ഈ രാജ്യത്തിനെ നാം സ്നേഹിക്കണം കേട്ടോ. ഈ രാജ്യത്തിനെ നാം ആദരിക്കണം. ഇന്ന് നമ്മളൊരു സ്വസ്ഥമായി ജുമയ്ക്ക് ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് ആ ജുമ നമസ്കാരം പാടില്ല എന്ന് പറഞ്ഞ ഉത്തരേന്ത്യൻ ഭാഗത്ത് എത്ര പള്ളികളാണ് തകർത്തത് അറിയില്ലേ? നമുക്ക് ശാന്തിയും സമാധാനം ഉണ്ട്. ഹിറ്റ്ലർ പോലെ ആകണ്ട നമ്മള്. അതായത് അതെ, അവര് വന്നു, അവര് പിടിച്ചു കൊണ്ടുപോയത് ക്രൈസ്തവനെ ആയിരുന്നു, എന്നെ ആയിരുന്നില്ല. ഞാൻ മിണ്ടിയില്ല, അവരങ്ങ് പോയി. ഹിറ്റ്ലറിന്റെ പട്ടാളം വീണ്ടും വന്നു, പിന്നെ പിടിച്ചത് ഹൈന്ദവനെയാണ്. അത് ഹൈന്ദവരിലെ പിടിച്ച് എനിക്കെന്ത് കാര്യം, ഞാൻ മിണ്ടിയില്ല. പിന്നെ എന്റെ നേരെയാണ്. എന്റെ നേരെ വന്നപ്പോൾ എനിക്കെതിരെ പ്രതികരിക്കാൻ ഈ രാജ്യത്ത് ആരുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ആയിക്കൂടാ. ജനാധിപത്യ രൂപത്തിലുള്ള പ്രതികരണങ്ങളും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ രണ്ടും എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം, രാജ്യദ്രോഹ ചർച്ച, തീവ്രവാദ പ്രവർത്തനങ്ങൾ, 153A പ്രകാരമുള്ള കുറ്റങ്ങൾ ഒന്നും ഈ രാജ്യത്തിനെതിരെ നമ്മൾ നടത്തിക്കൂടാ. ഒരു സത്യവിശ്വാസിയാണോ ഈ രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കാത്തവനാണ്. ഇന്നിവിടെ ഖുത്ബ നിർവഹിക്കുന്ന ഞാനും നിങ്ങളും ഇന്ത്യ രാജ്യത്ത് ഈ ഇന്ത്യക്ക് വേണ്ടി കാവലിരിക്കുന്നു എന്നുള്ളതാ. ശത്രുക്കൾക്കെതിരെ ഇന്ത്യയുടെ ശത്രുക്കളെ ശത്രുക്കളായി കാണാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഇന്ത്യയെ സ്നേഹിച്ച് ആദരിച്ച് ഒരു കുടക്കീഴിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ ഇന്ത്യയിൽ നമുക്ക് താമസിക്കണം, ഇവിടെ തന്നെ മരിക്കണം. അതെ, അത് ഈ ഭരണഘടന തരുന്ന അവകാശവും ഈ രാജ്യസ്നേഹികളുടെ കൃത്യമായ ഉത്തരവാദിത്വവും കടമയും കടപ്പാടുമാണ്. അത് നിർവഹിച്ച് അടങ്ങൂ. ഇവിടെ ജനിച്ചെങ്കിൽ ഇവിടെ മരിക്കും. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തരുന്ന ഒരു പ്രത്യേക നിർദ്ദേശമാണ്. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി തരുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സമകാലിക വിഷയത്തും ഈ ദിവസം ചേർന്ന് വന്നത് കൊണ്ടാണ്
ഒരു ഖുതുബ നിർവഹിച്ചത്. സാധാരണ പെരുന്നാൾ ഖുതുബയ്ക്കൊക്കെയാണ് ഞാൻ പരസ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാം. പക്ഷേ നിങ്ങളൊക്കെ ചേർന്ന് വന്നപ്പോൾ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നാം അധിവസിക്കുന്ന ഭൂമിയാണ്, നാം അധിവസിക്കുന്നത് ഇവിടെയാണ്. ഈ രാജ്യത്തൊക്കെക്കാൾ മഹത്വം വേറെ ഒരു രാജ്യത്തും നമുക്കുണ്ടോ? ഇല്ല. അയൽ രാജ്യത്തും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ തിളക്കണം ചോര നമുക്ക് എത്രത്തോളം ഈമാനുണ്ടോ അതേപോലെ സ്നേഹവും ഈ ജനിച്ചോളുന്ന മണ്ണിനോട് നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ശാന്തിയോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് പീഡനം അനുഭവിക്കുന്ന ഉത്തരേന്ത്യൻ പോലെയുള്ള ഗസ പോലെയുള്ള പലസ്തീൻ പോലെയുള്ള ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആക്രമിക്കപ്പെട്ടവർക്ക് അവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അവരെ കുറ്റവാളികൾക്ക് അക്രമം ചെയ്തവരെ അള്ളാഹു തക്കതായ പരീക്ഷണം കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد والحمد لله رب العالمين.